അമ്മയിൽ നിന്നിറങ്ങിപ്പോയി രാജിയും കഴിഞ്ഞ് ഇനി അമ്മയിലുമില്ല, അച്ഛനിലുമില്ല, മായിലുമില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ശേഷം അവസാനം ശ്വേതാ മേനോൻ ആ പറഞ്ഞതെല്ലാം സുല്ലിട്ട് തിരിച്ചെത്തി ഇതെൻ്റേതാണ്, നിയമവിധേയമാണ്, നിയമപ്രകാരമാണ് എന്ന് പറഞ്ഞ് മടങ്ങിയെത്തി. സാധാരണ അമ്മയുടെ മിനിറ്റ്സ് അതിൻ്റെ സെക്രട്ടറി കുക്കു പരമേശ്വരനൊക്കെയാണ് ഒപ്പിടുന്നതെങ്കിലും ഇത് അങ്ങനെയൊന്നുമല്ലാതെ ഒരു മിനിറ്റ്സൊക്കെ ഉണ്ടാക്കി തൽക്കാലം കോടതിയിൽ കൊണ്ടു കൊടുത്ത് സ്റ്റേയും വാങ്ങി. അങ്ങനെ തുടരുന്നതിനിടയിലാണ് പിഷാരടിയുടെ ഫോൺ കോൾ ലീക്ക് ചെയ്തത്. പിഷാരടി എന്നുള്ളതല്ല, മലയാള സിനിമയിലെ മലയാള ദൃശ്യമാധ്യമങ്ങളിലെ കോമഡി സ്കിറ്റുകളൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളായിട്ട് കാലം കുറേയായി. അത് പിഷാരടിയും ധർമ്മജനും ഒക്കെ അവതരിപ്പിക്കുന്ന സ്കിറ്റാണെങ്കിലും മറ്റു പല സ്കിറ്റാണെങ്കിലും പണ്ടത്തെ കാലത്തെ പോലെ അനുകരണവും കോമഡിയുടെയും മിമിക്രിയുടെയും ഒക്കെ കലമാറി എല്ലാം ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ്. ടെലഫോണും മൊബൈൽ ഫോണിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അതിൽ ധ്വനിപ്പിക്കുന്ന മറ്റു കാര്യങ്ങൾ അശ്ലീലം നിറഞ്ഞതാണെങ്കിലും അത് ആവേശത്തോടെ ആളുകൾ ചിരിച്ചു മറിഞ്ഞ് അത്തരമൊരു സംഭാഷണ ശൈലിയും കാര്യങ്ങളുമൊക്കെ നിലനിന്നു പോരുന്നു സിനിമാ മേഖലയിൽ. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ശ്വേതാ മേനോനെ പിഷാരടി വിളിച്ചത്. പരസ്യമായി ഒരു മുത്തം കൊടുക്കുന്നതിനൊന്നും സിനിമാ ലോകത്ത് വലിയ തടസ്സമില്ല. അത് പറഞ്ഞത് ഗണേഷ് കുമാറിൻ്റെ അന്തരിച്ചു പോയ പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: എൻ്റെ മോനൊരു സിനിമാ നടനാണ്, കുറച്ച് കാശ് കൊടുത്താൽ കുറച്ച് ഉമ്മ കൊടുക്കും, കൂടുതൽ കാശ് കൊടുത്താൽ കൂടുതൽ ഉമ്മ കൊടുക്കും. അങ്ങനെ പറഞ്ഞത് പരസ്യമായി പ്രതലത്തിൽ നിൽക്കെ അന്ന് ഉമ്മ കൊടുത്തതിൽ വലിയ വ്യത്യാസവും വലിയ പ്രയാസവും ഒന്നും തോന്നാത്ത ശ്വേതാ മേനോനാണ് പിഷാരടിയുടെ സംഭാഷണം ലീക്ക് ചെയ്തത്. രാഷ്ട്രീയക്കാരനായതോടുകൂടി പിഷാരടിയുടെ സംഭാഷണം വിചാരണ ചെയ്യപ്പെട്ടു. അത് സിനിമാ നടൻ മാത്രമായിരുന്നെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായി എല്ലാവരും എൻജോയ് ചെയ്തേനെ. പിന്നെ സാംസ്കാരിക പ്രവർത്തകരെല്ലാം അത് സിനിമയായതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്നും മറുപടി പറഞ്ഞേനെ. ഇതിപ്പോൾ രാഷ്ട്രീയക്കാരൻ പിഷാരടി വന്നതോടുകൂടി അതിന് മറ്റൊരു മാനം കൈവന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് പിഷാരടിയെ വരട്ടാനാണോ എന്ന്. അല്ലേ അല്ല. ഇനി സംസാരിക്കാൻ മലയാള സിനിമയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പരസ്യമായി രംഗത്ത് വന്നാൽ സൂപ്പർ സ്റ്റാറുകളാണെങ്കിൽ പോലും ഒന്നറയ്ക്കും. കാരണം ശ്വേതാ മേനോൻ്റെ കയ്യിൽ ടെലഫോൺ റെക്കോർഡുകളുണ്ട് എന്ന ഒരു ചെറിയ സൂചനയാണ് ഇതിലൂടെ ലീക്കടിച്ചിരിക്കുന്നത്. കാരണം എന്തെല്ലാമാണോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എല്ലാം രേഖയുള്ളതുകൊണ്ട് എല്ലാ ചാടി നിന്നവരും ഒന്ന് അറയ്ക്കുന്നത് സ്വാഭാവികമാണ്. ഏതായാലും അമ്മ എന്നത് ഇപ്പോൾ അളിഞ്ഞതായി എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സംഗതി പിരിച്ചുവിട്ടേക്കണമെന്ന് സുധാകരൻ സാറും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ പിഷാരടിയെ അല്ല ഉന്നം വെച്ചത്. കാരണം പിഷാരടി ഇതിലൊരു ശിശുവാണ്. എന്നാൽ ഇനി വൻ തിമിംഗലങ്ങളൊന്നും തൻ്റെ അടുത്തേക്ക് വന്ന് കളിക്കണ്ട, മൊബൈൽ ഫോൺ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന സൂചന നൽകുന്നതിൻ്റെ പിന്നിൽ അത് ശ്വേതാ മേനോൻ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ആ പോയ ശ്വേതാ മേനോനെ തിരിച്ചു കൊണ്ടുവന്ന ഒരുപാട് പ്രഗത്ഭരുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കാം. ഇനി ആരെങ്കിലും മിണ്ടിയാലും ഇതുപോലെ കോളുകൾ ലീക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരും.